പാട്ടുകാരിയായ ഭാഗ്യയെ ഞാൻ കണ്ടുമുട്ടിയത് കേരളത്തിലെ കൊല്ലത്ത് നിന്ന് തമിഴ്നാട്ടിലെ ചെങ്കോട്ടയിലേക്ക് പോകുന്ന തീവണ്ടിയിലാണ്. പശ്ചിമഘട്ടം കുറുകെ കടന്നു പോകുന്ന പ്രകൃതി സുന്ദരമായ തീവണ്ടിപ്പാത. അവളുടെ തോളിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നു. കയ്യിൽ തൂങ്ങി മറ്റൊരു കുഞ്ഞ്. ഉദരത്തിൽ ഇനിയും ഒന്ന് രൂപമെടുക്കും. പാട്ട് ഭാഗ്യയുടെ ഉപജീവന മാർഗമാണ്. അവൾ മലയാളി അല്ല എന്ന സംസാര ശൈലിയിൽ നിന്ന് വ്യക്തമാകും. എന്നാൽ താൻ കേട്ടു പഠിച്ച മലയാളം അവൾ ഉറപ്പോടെയാണ് പറയുന്നത്. സ്വന്തം കണക്കനുസരിച്ച് അവളുടെ പ്രായം 23 വയസ്സാണ്. അവളുടെ കണക്കുകൾ പലതും കൃത്യമാണ് എന്ന് പറഞ്ഞുകൂടാ. അവളെപ്പറ്റി തന്നെ സംസാരിക്കാൻ ഇഷ്ടമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഭാഗ്യ സമ്മതിച്ചു. സംഭാഷണം ക്യാമറയിൽ ചിത്രീകരിക്കും എന്നറിഞ്ഞത് അവളെ ഏറെ സന്തോഷിപ്പിച്ചു. അത് അവളുടെ ജീവിതത്തിലെ ഒരു പുതുമയായിരുന്നു എന്ന് വേണം കരുതാൻ. പക്ഷേ കാര്യങ്ങൾ ഞാൻ കരുതും പോലെ അത്ര എളുപ്പമായിരുന്നില്ല. അവളുടെ ഭർത്താവ് അതിനെ എതിർത്തത് പ്രശ്നങ്ങളും താമസിപ്പിക്കലും ഉണ്ടാക്കി. അവസാനം എതിർപ്പിനെ മറികടന്ന് ഭാഗ്യ എന്നോടൊപ്പം സമയം ചെലവഴിക്കുകയും തൻ്റെ ജീവിതത്തെപ്പറ്റി പറയുകയും ചെയ്തു. ഭാഗ്യത്തിൻ്റെ നാടെവിടെ? ബാംഗ്ലൂർ. ബാംഗ്ലൂരിലെവിടെ? ബാംഗ്ലൂർ അവിടെ ബാംഗ്ലൂരിൽ നിന്ന് കുറേ ദൂരെയാണോ? എത്ര നാളായി കേരളത്തിൽ വന്നിട്ട്? ഞങ്ങൾ 10 വർഷം 15 വർഷമായി. അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്നു അന്ന് കൂടെ? ഇല്ല. പിന്നെ എങ്ങനെയാണ് വന്നത്? എൻ്റെ അച്ഛൻ അമ്മയല്ല, എൻ്റെ ആങ്ങള, എൻ്റെ ചേച്ചിമാർ, അനിയത്തിമാർ, ആങ്ങളമാർ കൂടെ വന്നത്. അന്ന് എന്തുവായിരുന്നു ജോലി? അവർക്ക് ഇപ്പോൾ ഭരണി കച്ചവടം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഭരണി കച്ചവടം ഇല്ല. പിന്നെ അതുകൊണ്ട് ഞങ്ങൾ നാട്ടിലേക്ക് പോകും, ബാംഗ്ലൂരിൽ. ഇപ്പോൾ ബാംഗ്ലൂരിൽ കൂലി പണി ചെയ്തിട്ടിരിക്കുക. ഇപ്പോൾ ഞങ്ങൾ, എൻ്റെ ഭർത്താവും, ഞാനും 2 കൊച്ചുകൾ ഈ നാട്ടിലാണ് താമസിക്കുന്നത്. എങ്ങനെ നേരത്തെ അറിയായിരുന്നോ ഭാഗ്യത്തിന് പാട്ട് പാടുവാൻ പറ്റുമെന്ന്? അറിയത്തില്ലായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ 5 വർഷമായി വണ്ടിയിൽ പാട്ട് പാടും. പിന്നെ ഞങ്ങളെ ജാതി ആൾക്കാർ പഠിച്ചു കൊടുത്തിട്ടാണ്. ഞങ്ങളെ ജാതി ആൾക്കാർ പഠിച്ചു കൊടുത്തിട്ട് കണ്ടിട്ട് ഞങ്ങൾ ഇപ്പോൾ വണ്ടിനകത്ത് പാട്ട് പാടും. എവിടുന്നാണ് ഈ പാട്ട് പഠിക്കുന്നത്? ഞങ്ങളെ ഈ നാട്ടിൽ ഉണ്ടല്ലോ, ഞങ്ങൾ 5 വർഷമായാലും ഇവിടെ വന്നിട്ട് ഞങ്ങൾ മലയാളം പഠിച്ചതല്ലേ. പിന്നെ അതുകൊണ്ട് ഈ സിനിമ അത് ഇത് നോക്കിയിട്ട് പഠിച്ചു. സിനിമ കാണാൻ പോകുമോ? ടേപ്പ് റെക്കോർഡ് എല്ലാം ഉണ്ടല്ലോ, പിന്നെ അത് ക്യാസറ്റ് കൊണ്ട് വന്നിട്ട് പാട്ട് പഠിക്കും. സിനിമ കാണാൻ പോകുമോ? ഞങ്ങൾ ദിവസമൊന്നും പോകത്തില്ല, ഒരാഴ്ച 2 ആഴ്ചയ്ക്ക് ഒരു ദിവസം. ഭർത്താവിന് എന്തോ ജോലി? ഭർത്താവിക്ക് ഒന്നും ജോലിയൊന്നുമില്ല. പിന്നെ പോയ തുണി കച്ചവടയ്ക്ക് പോകും. തുണി കച്ചവടം കിട്ടിയാലും കിട്ടിപ്പോലെ, ഇല്ലെങ്കിൽ ഇല്ല, വീട്ടിലേക്ക് വരും. ഭർത്താവ് ഉപദ്രവിക്കുകയും കള്ളുകുടിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണോ? അങ്ങനെ ഉണ്ട്, കുറച്ചുണ്ട്. പിന്നെ ഞങ്ങൾ വണ്ടിയിൽ കറങ്ങിയത് പൈസ വീട്ടിൽ ചിലവാക്കാൻ ഭയങ്കര കഷ്ടമാണ്. പിന്നെ നമുക്ക് കിട്ടിയത് പൈസ ചിലവാക്കാൻ പറ്റത്തില്ല. കൊച്ചുങ്ങൾക്ക് അത് ഇത് മേടിക്ക് കൊടുക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ എൻ്റെ ഭർത്താവ് പോയാലോ ഒരു 50 രൂപയോ 100 രൂപയോ കൊണ്ടുവരും. അവനക്കും മതിയാവത്തില്ല, അത് കുടിക്കാനും കഴിക്കാനും. അപ്പോൾ ഞങ്ങൾ കിട്ടിയ പൈസ ഞങ്ങൾ കൊച്ചുങ്ങൾക്ക് ചിലവാക്കണം. ചോറിന്, തുണി, സോപ്പ്
ഇതെല്ലാം എത്ര രൂപ കിട്ടും ദിവസം? നമുക്ക് ഒരു ദിവസಕ್ಕೆ ഒരു 150 രൂപ 200 രൂപ അങ്ങനെ കിട്ടും. പിന്നെ നമുക്ക് കൊച്ചുങ്ങൾ 2 പെണ്ണുങ്ങളല്ലേ, പിന്നെ നാളെയല്ല മറ്റന്നാളെ ഏതാനും കഷ്ടം ഉണ്ടാവല്ലേ, പിന്നെ കൊച്ചുങ്ങൾക്ക് അപ്പോൾ വേണ്ടേ പൈസ. പിന്നെ അത് കൂടെ ഒരു 100 രൂപ ചെലവാകും, ഒരു 50 രൂപ ഉണ്ടാവും കൊച്ചുങ്ങൾക്ക് വേണ്ടി. അതെവിടെ സൂക്ഷിക്കുന്നത്? ബാങ്കിലിടുവോ? ബാങ്കിലൊന്നും ഇല്ല, ഞങ്ങളെ ജാതി ആൾക്കാർ ഒരു കടനകത്ത് കടയിൽ കൊടുക്കും, എന്നിട്ട് മാസത്തിൽ വാങ്ങിക്കും. എങ്ങനെയത്? മാസത്തിൽ ഒരു 1000 രൂപയോ 1500 രൂപയോ വാങ്ങിയിട്ട് കൊച്ചുങ്ങൾക്ക് എന്താണ് ഒരു കഷ്ടസുഖമോ. ഇപ്പം വാടകയ്ക്ക് താമസിക്കുന്നത് എവിടെയാണെന്നാ പറഞ്ഞത്? കായംകുളത്ത്. അത് എത്ര രൂപ വാടകയാണ്? വാടകയ്ക്ക് 1000 രൂപ വാടകയ്ക്ക്, പിന്നെ 4,000 രൂപ അഡ്വാൻസ്. 4,000 രൂപ അഡ്വാൻസ് ആയാലും ഇപ്പോൾ ഞങ്ങൾ ഒരു കൂട്ടം ആൾക്കാർ കൊടുക്കാൻ പറ്റത്തില്ല. അത് ഞങ്ങൾ 3 കൂട്ടം ആൾക്കാരെ താമസിക്കുന്നുണ്ട്. പിന്നെ 3 കൂട്ടം ആൾക്കാർ ഇങ്ങനെ വണ്ടിയിൽ പോകാൻ പറ്റത്തില്ല. പിന്നെ അവർ വേറെ പണി, ഈ വീടുകൾ പണി, ഇങ്ങനെ തുണി കച്ചവട പണി അത് ചെയ്യാൻ പോകും. പിന്നെ ഞങ്ങളാണ് വണ്ടിയിൽ പാടുന്നത്. നാട്ടിൽ പോകണമെന്നുണ്ടോ ബാംഗ്ലൂരിൽ? ഇപ്പോൾ നാട്ടിലേക്ക് പോകാൻ നമുക്ക് പോയാലും അവർ ഒരു സൗകര്യമൊന്നുമില്ല. ഞങ്ങൾ ആങ്ങളമാർ വീട്ടിലേക്ക് പോകാൻ പറ്റത്തില്ല. നമുക്ക് അമ്മയുണ്ട് അച്ഛനുണ്ട്, അവർ ഒരു സ്ഥലത്ത് താമസിക്കത്തില്ല. അവർ പണി അവിടെ ഇവിടെ പണി ഉണ്ടല്ല, അവർ ആ നാട്ടിലേക്ക് പോകും. ഞങ്ങൾ കയ്യിലൊന്നും കിട്ടത്തില്ല. പിന്നെ അതുകൊണ്ട് ഞങ്ങൾ ഞാൻ നാട്ടിലേക്ക് പോകാൻ ഇഷ്ടമില്ല. ഈ നാട്ടിൽ തന്നെ ജീവിക്കണം, ഈ നാട്ടിൽ തന്നെ ചാവണം. അപ്പം അച്ഛനെയും അമ്മയൊന്നും കാണണം എന്നില്ലേ? അച്ഛനെയും അമ്മയൊന്നും കാണണം എന്നില്ലേ? അച്ഛനമ്മയെ കാണാൻ പോകും ഞങ്ങൾ. പിന്നെ പോകാതെ അവർ ഞങ്ങളെ കയ്യിൽ കിട്ടത്തില്ല, ഓരോ സ്ഥലത്ത് താമസിക്കത്തില്ല അവർ. ഇപ്പോൾ നമ്മൾ എങ്ങനെ പണി ഉണ്ടല്ലേ, പണി എന്താ പറഞ്ഞാൽ ഇങ്ങനെ പ്ലാസ്റ്റിക് കച്ചവടം ചെയ്യുന്നത് ആ നാട്ടിൽ ഇങ്ങനെയാണ് കറങ്ങിയിട്ട്. നിങ്ങൾക്ക് ബാംഗ്ലൂരിൽ സ്ഥലമുണ്ടോ സ്വന്തമായിട്ട്? ബാംഗ്ലൂരിലെ സ്ഥലം ഇല്ല, ഒരു വീടുണ്ടെങ്കിൽ എൻ്റെ ആങ്ങളമാരെ താമസിക്കുന്നത് അവിടെ. ഞങ്ങൾ പോയാലും അവിടെ താമസിക്കാൻ പറ്റത്തില്ല. ആങ്ങളമാർ നല്ല ആയാലും ആങ്ങളമാരുടെ ഭാര്യ നല്ലാവത്തില്ല. ഭാഗ്യം ഇന്നലെ ഞങ്ങൾ ഭാഗ്യത്തിൻ്റെ വീട്ടിൽ വന്നപ്പോഴേ ഭാഗ്യത്തിൻ്റെ ഭർത്താവിനോട് അനുവാദം ചോദിച്ചപ്പം ഈ ഷൂട്ട് ചെയ്യാൻ അനുവാദം തന്നില്ലല്ലോ. എന്നിട്ട് പിന്നെ ഇന്നലെ എന്തുവായിരുന്നു സംഭവിച്ചത് വീട്ടിൽ? ഇന്നലെ പോകണ്ടെന്ന് പറഞ്ഞു. എനിക്കിഷ്ടമാണ്, പിന്നെ എൻ്റെ ഭർത്താവിക്ക് ഇഷ്ടമില്ല. എന്തിനറിയാവോ, ഞങ്ങളിവിടെ വണ്ടിയിൽ പാട്ട് പാടുന്നതല്ലേ. പിന്നെ ഇവിടെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ പോലീസ് ആൾക്കാർ അതെല്ലാം കണ്ടിരുന്ന ആൾക്കാർ, പരിചയമുള്ള ആൾക്കാരാണ്. ഇപ്പോൾ ഞങ്ങളുടെ ഷൂട്ടിംഗ് ചെയ്താൽ അവരെന്താ പറയുക അറിയാമോ, നോക്കണ്ടോ വണ്ടിയിൽ പാട്ട് പാടുന്ന പെണ്ണുങ്ങളാണ്. ഇപ്പോൾ ഷൂട്ടിംഗ് ചെയ്തിട്ട് ഇപ്പോൾ ട്രെയിനിലെല്ലാം ഇപ്പോൾ TV-യിലെല്ലാം വരുവാണ് ഇവർ. ഇങ്ങനത്തെ അവർക്ക് സംശയം വരും, കുറച്ച് ഞങ്ങൾ സംശയം വരും. അതുകൊണ്ടാണ് നമുക്ക് എൻ്റെ ഭർത്താവിന് ഇത്ര മതി, ഇത് പാട്ട് പാടുന്നത് മതി, നമുക്ക് നമുക്ക് സിനിമ വേണ്ട, ഷൂട്ടിംഗ് വേണ്ട, ഒന്നും വേണ്ട നമുക്ക് ಅಂತ പറയുക. അപ്പോൾ എൻ്റെ ഭർത്താവിക്ക് ഞാൻ വഴക്ക് പറഞ്ഞിട്ട് എൻ്റെ ഭർത്താവ് എന്നെ 2 അടി അടിക്കാൻ വന്നു. അപ്പോൾ ഞാൻ വിട്ടില്ല, ഞാൻ തന്നെ അടിച്ചു. എൻ്റെ ഭർത്താവിക്ക് 2 അടി അടിച്ചിട്ട് ഇപ്പോൾ എൻ്റെ ഭർത്താവ് മിണ്ടാതെ ചുമതല. ഞങ്ങൾ സംസാരിച്ചിരിക്കെ അതിലേ കടന്നുപോയ ഒരു മലയാളി പുരുഷന് ഞങ്ങളോടും പ്രത്യേകിച്ച് ക്യാമറയുടെ സാന്നിധ്യത്തോടും പ്രതികരിക്കാൻ തോന്നിയത് ഇങ്ങനെയായിരുന്നു. എന്നെ നേരിട്ടെടുത്തോളൂ, നിങ്ങൾ ചിന്തിക്കാത്തതും അറിയാത്തതും കാര്യങ്ങൾ പറയാൻ കഴിവുണ്ട്. അതായത് ഈശ്വരനെ തേടി അങ്ങനെയല്ല മക്കളെ തെറ്റിച്ച്. ഈശ്വരനെ തേടി ഞാനലഞ്ഞു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു, അവിടെയുമില്ലിവിടെയുമില്ലീശ്വരൻ, വിജനമാണീശ്വരൻ്റെ രൂപം. സൗകര്യം ശരിയല്ലേ? അപ്പോൾ ആ യൂറൊന്നും പ്രശ്നമൊന്നുമില്ല. പിന്നെ അവർ ഞങ്ങളെ ആൾക്കാരെ കണ്ടാലും ഓരോരാൾക്കാർ അങ്ങനെ പറയും, ഓരോരാൾക്കാർ ഇങ്ങനെ പറയും. ഒരു നല്ല ആൾക്കാർ ഞങ്ങളെ പോലെ പാവങ്ങളല്ലേ എന്ന് അവർ വിചാരിക്കും. ഓരോ ആൾക്കാർ ഇവർ തെണ്ടായിട്ട് നടക്കുന്ന ആൾക്കാർ ಅಂತ പറഞ്ഞിട്ട് തെണ്ടായിട്ട്